ഇന്നൊരു എണ്ണ കാച്ചൽ വീഡിയോ ആണ്. ഇത് കറിവേപ്പില മാത്രം ചേർത്ത് കാച്ചുന്നതാണ്. ഞാനിപ്പോൾ അതിൻ്റെ തണ്ടെന്നൊക്കെ ഉതിർത്തെടുത്ത് ഒരു 800 ഗ്രാം കറിവേപ്പിലയുണ്ട്. ഇത്ര തന്നെ എന്നല്ല, അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1/4 കിലോ വെളിച്ചെണ്ണയ്ക്ക് 1/4 കിലോ കറിവേപ്പില. ഇത് ഒരല്പം തുളസി കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആയിട്ടാണ് എടുക്കേണ്ടത്. വളരെ നല്ല എഫക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 800 ഗ്രാം കറിവേപ്പില ഒരു തണ്ടൊന്നുമില്ലാതെ മുഴുവൻ ഉതിർത്തെടുത്തിട്ടാണ് തൂക്കിയത്. അപ്പോൾ അത് വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായി പൊടിയും. അതിനുശേഷം ഒരല്പം വെള്ളം ചേർത്ത് ഇത്രയും കട്ടിയിൽ ആക്കിയാൽ തന്നെ ഇത് വറ്റിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, കുറേ അധികം ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നന്നായി അരിഞ്ഞു വരും. ഇപ്പം തന്നെ ആദ്യം കറിവേപ്പില മാത്രം ഇട്ട് ഒന്ന് വെറുതെ മിക്സി തിരിക്കുക. അപ്പോൾ അത് നന്നായി പൊടിഞ്ഞു വരും. കറിവേപ്പിലക്ക് വലിയ ജലാംശമൊന്നുമില്ലല്ലോ. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഇത് പിഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എണ്ണയിൽ വേണമെങ്കിൽ ചേർക്കാം. എങ്കിൽ ഒരുവിധം പെട്ടെന്നത് നമുക്ക് ഇതാക്കാൻ പറ്റും, വെള്ളം വറ്റിക്കിട്ടും. ഇത് ഞാൻ ലാസ്റ്റ് കുറച്ച് കഞ്ഞെണ്ണയും ഒരു 5 ചുവന്ന ചെമ്പരത്തിയും ഉണ്ടായിരുന്നു. അത് ഇടുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൂടി ചേർത്തിട്ടുണ്ട്. കാരണം അത് പിന്നെ ചട്ടിയിൽ നിന്ന് മോശമായി പോകും കഞ്ഞെണ്ണി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. 800 ഗ്രാമിന് 800 മില്ലി തന്നെ വെളിച്ചെണ്ണ വേണം. പക്ഷേ 800 മില്ലി ചേർത്താൽ നിങ്ങൾക്ക് 800 മില്ലി കിട്ടില്ല. കാരണം ഈ കറിവേപ്പിലയൊക്കെ വെള്ളം കുടിച്ച് വെളിച്ചെണ്ണയും കുടിച്ച് വറ്റുമ്പോഴേക്ക് പിന്നെ ആവിയായി പോയിട്ടും കിട്ടുമ്പോഴേക്ക് കുറയും. അതുകൊണ്ട് ഏകദേശം ഞാൻ 1 ലിറ്ററിലും കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് തിള വരുന്നത് വരെ മാത്രം കുറച്ച് തീ മുഴുവൻ വെച്ച് തിള വന്നാൽ തീ മുഴുവനായിട്ട് കുറച്ചിട്ട് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള എണ്ണ, അതായത് 1 ലിറ്ററിലധികം ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വറ്റുന്നതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ ഒറ്റ ഇരിപ്പിൽ ഇളക്കി ഉണ്ടാക്കിയതല്ല കേട്ടോ. 3 ദിവസം കൊണ്ടാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞത്. അതായത് ഒരുപാട് സമയം ചെറിയ തീയിൽ വെക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റി ആവുന്നത് വരെ എനിക്ക് ഒരുപാട് സമയം നിന്ന് ഇളക്കണം. അതുകൊണ്ട് രാത്രിയൊക്കെ ഏകദേശം ഒന്ന് നന്നായി തിളച്ച് കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു വെക്കും. രാവിലെ സമയം കിട്ടുമ്പോഴോ പിന്നെയും ചെയ്യും. ഇതിപ്പോൾ ലാസ്റ്റ് 1 ലിറ്റർ മുഴുവൻ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു, 1:20. അങ്ങനെ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഓരോ ദിവസത്തതും ആയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഒരു ദിവസം കുറേ കുറുക്കി വെച്ചു. പിന്നെ രണ്ടാമത്തെ ദിവസം നമുക്ക് ജോലിയും പുറത്തൊക്കെ പോകാണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ നിൽക്കാൻ സമയമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കണ്ടോ, ഇതിങ്ങനെ ഒരു ലേഹ്യപ്പരുവത്തിലാണ്. ഇതിന് ധാരാളം വെള്ളം വറ്റിത്തീരാനുണ്ട്. അപ്പോൾ അത് സാവകാശം നമ്മൾ ശ്രദ്ധിച്ച് ചെറിയ തീയിൽ തന്നെ ഇളക്കി എടുക്കണം. ഈ എണ്ണ തേച്ചിട്ട് ഞാൻ മുന്നേ ഒരിക്കൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതിൻ്റെ ഗുണം അത്ര മനസ്സിലായില്ല. കാരണം അന്ന് മുടി കൊഴിച്ചിലില്ലായിരുന്നു. ഇപ്രാവശ്യം വല്ലാതെ മുടി കൊഴിച്ചിലുണ്ടായപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കി ഒന്ന് തേച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ സ്വിച്ചിട്ട പോലെ എന്നൊക്കെ പറയുന്ന പോലെ മുടി കൊഴിച്ചിൽ നിന്നു. ഒരു 80% നിന്നു. ബാക്കി താരനൊന്നുമില്ലെങ്കിൽ ഒരു ചൊറിച്ചലും ഉണ്ടായിരുന്നു, ഒക്കെ പോയി. അതുകൊണ്ട് ഇതിപ്പോൾ ഇത് കഴിഞ്ഞു, തണിഞ്ഞ വെളിച്ചെണ്ണയാണ്, ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ഇപ്പോൾ ഈ കറിവേപ്പിലയുടെ ഇതൊക്കെ അരച്ചതൊക്കെ ഇങ്ങനെ മണ്ണ് പോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മളിത് ആദ്യം എങ്ങനെ അരിച്ചെടുക്കുന്നത് വെച്ചാൽ, ഇതൊരു പാത്രത്തിൽ കോരി അരിച്ച് ഒരു എണ്ണ ഇടേണ്ട പാത്രത്തിൽ, എല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കിയ പാത്രത്തിൽ ഒരു വലിയ ജ്യൂസിൻ്റെ അരിപ്പ എടുത്ത് അതിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് താഴെ വന്ന എണ്ണ പിന്നീട് ഒരു തുണി വെച്ച് അരിച്ചിട്ടാണ് എടുക്കുന്നത്. അധികം നേരിയ തുണി എടുക്കരുത്, ഒരുപാട് കട്ടിയുള്ളതും എടുക്കരുത്. കാരണം ഇതിൻ്റെ കരടൊക്കെ ഇതിലിട്ട് നന്നായി പിഴിയണം. അപ്പോൾ നേരിയ തുണിയാകുമ്പോൾ ആ കരടൊക്കെ തുണി പിന്നെ കീറിപ്പോവും. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിലൊക്കെ ബാക്കി അതിൻ്റെ ചണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം വലിയ അരിപ്പയിൽ സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ചതിന് ശേഷം ആ എണ്ണ പിന്നെ തുണിയിലൂടെ അരിച്ചെടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് അരിച്ച് കിട്ടും. അല്ലെങ്കിൽ അതിനും ഒരുപാട് സമയമെടുക്കും. ഇത് കണ്ടോ, ഇങ്ങനെ മുറുക്കി പിഴിഞ്ഞ് ഒരു ഇളം ചൂടോടെ കൂടി പിഴിയണം. എപ്പോഴും നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റുന്നത്ര ചൂടിൽ
പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ തുണി ചെറുങ്ങനെ സാവകാശം ചെയ്യേണ്ട പണിയാണെല്ലാം. തിരക്കിട്ട് ചെയ്താൽ നമ്മുടെ എണ്ണയൊക്കെ പുറത്തുമാകും, നമ്മുടെ ഈ ശ്രമമൊക്കെ വെറുതെയുമാകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. വീട്ടിലുള്ള കറിവേപ്പില കഴിയുന്നതും എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വാങ്ങുന്നത് കിട്ടുമെങ്കിൽ അതെടുക്കാം, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി കൊഴിച്ചിൽ, പിന്നെ തലമുടി കറക്കാനൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനല്ല, ഇത് നല്ല കറിവേപ്പില കിട്ടിയപ്പോൾ ഒന്ന് ചെയ്തു നോക്കി, തേച്ചു കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടുമായി. അതുകൊണ്ട് നിങ്ങൾക്ക് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും താരനുണ്ടെങ്കിലൊക്കെ ഈ കറിവേപ്പിലയുടെ എണ്ണ ഒന്ന് കാച്ചി തേച്ച് നോക്കൂ. ഇത് ഞാൻ മുഴുവൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഏകദേശം എനിക്ക് ഒരു 3/4 ലിറ്ററിലധികം എണ്ണ കിട്ടി ഇത് കഴിഞ്ഞപ്പോൾ. 2-3 ദിവസത്തെ പണിയായതുകൊണ്ട് രാവിലത്തെ തിരക്കിലൊക്കെ ഇത് പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.